എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജൂബി എം സണ്ണി. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ 15-ാം വാർഡിന്റെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളാണ് ഞാൻ. വാർഡിലെ എല്ലാ വീടുകളിലും തന്നെ ഞാൻ വന്ന് പേഴ്സണലായി നിങ്ങളെ എല്ലാവരെയും കണ്ടിട്ടുണ്ട്. ആരെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. തീർച്ചയായിട്ടും ഞാനത് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കാണുന്നതായിരിക്കും. അപ്പോൾ പലരോടും തന്നെ എൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്, എൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്, ഒരു വാർഡ് മെമ്പർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറേ ആളുകളുടെ അടുത്ത് എനിക്കത് പറയാൻ സാധിച്ചില്ല. ബിക്കോസ് അവർ തിരക്കായിട്ടിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. കാണാൻ പറ്റാത്ത കുറച്ച് ആളുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു വാർഡ് മെമ്പറായിട്ട് മത്സരിക്കുമ്പോൾ ജസ്റ്റ് വന്നൊരു വോട്ട് ചോദിക്കുക എന്നുള്ളത് മാത്രമല്ല, എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വാർഡ് മെമ്പർ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യം തീർച്ചയായിട്ടും എല്ലാ വോട്ടർമാരോടും പറയേണ്ട ഒരു ഉത്തരവാദിത്തം, ഒരു കടമ എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു അവസരം ലഭിച്ചപ്പോൾ എനിക്ക് എൻ്റെ ജനങ്ങളോട്, എൻ്റെ വാർഡിലുള്ള ജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറിട്ട രീതിയിൽ ആളുകൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു വാർഡ് മെമ്പർ എന്നാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോഡ് സഞ്ചാരയോഗ്യമാക്കുക, സ്ട്രീറ്റ് ലൈറ്റ് പ്രകാശിപ്പിക്കുക, കാട് വെട്ടിത്തെളിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, ശുചിത്വം കാര്യങ്ങൾ നോക്കുക, ഇങ്ങനെയുള്ള കുറെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. തീർച്ചയായിട്ടും അതൊരു വാർഡ് മെമ്പറുടെ ഉത്തരവാദിത്തമാണ്. അത് ഭംഗിയായി ചെയ്യുകയും വേണം. എന്നാൽ അതിനേക്കാട്ടിലൊക്കെ അപ്പുറമായിട്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആളുകളുടെ മാനസിക ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ട്. മക്കളെല്ലാം വിദേശത്താണ്, നോക്കാൻ ആരുമില്ല. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അപ്പച്ചന്റെ അമ്മച്ചിയുടെ അടുത്ത് വിട്ടിട്ട് പോയി അവരെ നോക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള പേരൻസ് ഉണ്ട്. അപ്പം അപ്പന്റെ അമ്മയുടെയും സ്നേഹം കിട്ടാതെ വളരുന്ന കുഞ്ഞുങ്ങൾ, അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും അവരെ ഒന്ന് ശരിക്കും നോക്കാൻ പോലും പറ്റാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങൾ, അവരുടെ പേരൻസ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, കൗമാരക്കാരായിട്ടുള്ള ആൾക്കാർ ജോലി ഇല്ലാതെ അലയുന്നു. അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നു. പല കാര്യങ്ങളിലേക്കും അഡിക്റ്റ് ആയി പോകുന്നു. കുഞ്ഞുങ്ങളാണെങ്കിൽ തന്നെ പേരൻസിന് നോക്കാൻ സമയം കിട്ടുന്നില്ല. അതുപോലെ ഫോണിൽ അഡിക്റ്റ് ആയി പോകുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ. പണ്ടത്തെ പോലെ അല്ല. ഇന്ന് എല്ലാവരും ഒരു മതിൽക്കെട്ടിനകത്ത് കഴിയുന്നവരാണ്, അല്ലെങ്കിൽ എല്ലാവരും തിരക്കുള്ളവരാണ്. ആർക്കും ആരെയും നോക്കാനോ സംസാരിക്കാനോ ഒന്നും സമയം കിട്ടാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരുപാട് വീടുകളിൽ ഉരുകി ഉരുകി കഴിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു വാർഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ തന്റെ വാർഡിലെ ഓരോ വീട്ടിലെയും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഏത് വീട്ടിലാണ് ആ സഹായം ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കി അവിടെ അത് എത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്, അവിടെ എത്ര ജോലി ചെയ്യുന്നവരുണ്ട്, പഠിച്ചിട്ടും ജോലി കിട്ടാതെ നിൽക്കുന്ന എത്ര ആൾക്കാരുണ്ട്, വിധവകളായിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്, പെൻഷൻ കിട്ടാൻ അർഹത ഉണ്ടായിട്ടും പെൻഷൻ കിട്ടാത്ത ആൾക്കാർ എത്രയുണ്ട്, ബുദ്ധിമാന്യമുള്ള ആൾക്കാരുണ്ടോ, അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ളവരുണ്ടോ, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഓരോ വീട്ടിലേയും എടുത്തു വെച്ചാൽ മാത്രമേ നമുക്ക് അവരെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പല സ്കീമുകൾ വരുമ്പോഴും പല കാര്യങ്ങളും വരുമ്പോഴും പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് പലരും, അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഓരോരുത്തടത്തും ചെന്നിട്ട് നിങ്ങൾക്ക് വേണോ അല്ലെങ്കിൽ ആർക്കാ വേണ്ടേ, ഇതൊന്നും ചോദിക്കുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ എല്ലാ വീട്ടിലെയും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നാൽ തീർച്ചയായിട്ടും അർഹരായത് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, സഹായങ്ങൾ അവിടെ എത്തിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വാർഡിൽ ഒരു ക്ലബ്ബില്ല. ഒരു ക്ലബ്ബ് രൂപീകരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. കാരണം ഒരു ഓണം വന്നാലോ ക്രിസ്മസ് വന്നാലോ ഒക്കെ നല്ല നല്ല പരിപാടികൾ അറേഞ്ച് ചെയ്യാം, എല്ലാവരെയും കൂട്ടി സന്തോഷിക്കാം. അതുപോലെ പലതരത്തിലുള്ള ഇവന്റ്സ് അറേഞ്ച് ചെയ്യാം. അങ്ങനെ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് ഒത്തിരി ചെയ്യാം. അതുപോലെ തന്നെ സെയിം ടൈം ഹെൽപ്ഫുൾ ആയിട്ട് ഉള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ വാർഡിലുള്ള എല്ലാ ആൾക്കാരുടെയും ബ്ലഡ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാർഡിൽ തന്നെ ഒരു ബ്ലഡിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരിൽ തന്നെ അന്വേഷിച്ചതിന് ശേഷം മാത്രം പുറത്തോട്ട് അന്വേഷിച്ചാൽ മതി. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ പാലിയേറ്റീവ് കെയർ സർവീസ്, മറ്റു പല കാര്യങ്ങളും, ഇപ്പം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ, വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരുപാട് ആൾക്കാരുടെ വീടുകളിൽ പോയിരുന്ന് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യുക, അങ്ങനെയുള്ള പല നല്ല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ക്ലബ്ബ് രൂപീകരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. അതുപോലെ തന്നെ പലയിടത്തും പോയപ്പോൾ പലരും പറഞ്ഞൊരു കാര്യമാണ്, സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല എന്ന് പലതും പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ സ്ട്രീറ്റ് ലൈറ്റ് ആവശ്യമുള്ള പല സ്ഥലങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, വീട്ടിലേക്ക് കയറി പോകാൻ പേടിയാവുന്നു എന്നൊക്കെ പറയുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ വാർഡിൽ പോലീസ് സർവേലൻസ് അറേഞ്ച് ചെയ്യുക. അപ്പോൾ ആളുകളുടെ സേഫ്റ്റി, സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മേക്ക് ഷുവർ ചെയ്യാനായിട്ട് സാധിക്കും.
പലരും പറയുന്ന ഒരു കാര്യമാണ് വോട്ട് ചോദിക്കാൻ മാത്രം എല്ലാവരും ഇങ്ങോട്ട് വരും, ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെയും കാണത്തില്ല, ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല എന്നൊക്കെ. അങ്ങനെയല്ല, തീർച്ചയായിട്ടും എൻ്റെ ഫോൺ എപ്പോഴും ഓൺ ആയിരിക്കും. ഏത് സമയത്തും നിങ്ങൾക്ക് ഏത് പാതിരാത്രിയിലും എന്നെ വിളിക്കാം. എൻ്റെ വീടിന്റെ ഗേറ്റ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. ഏത് സമയത്തും നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം. തീർച്ചയായിട്ടും ഞാൻ അവൈലബിൾ ആയിരിക്കും. അതിപ്പം ജയിച്ചാലും തോറ്റാലും ആരെന്ത് സഹായം വന്ന് ചോദിച്ചാലും ഏത് സമയത്തും ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ഞാനിത് പറയുമ്പം ബാക്കിയുള്ള എല്ലാ വാർഡ് മെമ്പേഴ്സും അങ്ങനെയാണ്, ഫോൺ എടുക്കാത്തവരാണ് അല്ലെങ്കിൽ മോശമാണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. തീർച്ചയായിട്ടും ഒരുപാട് നല്ല ആൾക്കാരുമുണ്ട്, നന്നായി പ്രവർത്തിക്കുന്ന ആൾക്കാരുമുണ്ട്, എന്നാൽ ഇത്തരത്തിൽ ഉള്ള ആൾക്കാരുമുണ്ട്. അപ്പൊ എന്നിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് വാർഡിൽ പല വീടുകളും വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം പോവുക എന്നുള്ളതല്ല. റെഗുലർ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വാർഡിലുള്ള പല സ്ഥലങ്ങളിലെയും പല ആളുകളെയും വിസിറ്റ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അതിൽ മാക്സിമം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കുക. എല്ലാം എൻ്റെ കഴിവിന്റെ പരമാവധി, എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്, എൻ്റെ അധികാര പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ഉറപ്പ് ഞാൻ നൽകുകയാണ്. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുന്നത് വാർഡ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ശുചിത്വം, എല്ലാ രീതിയിലും നമ്മുടെ വാർഡിനെ നമുക്ക് സ്വർഗമാക്കി എടുക്കാനായിട്ട് സാധിക്കും. എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ തിരുവല്ല മഞ്ഞാടി ഇവാഞ്ചലിക്കൽ ചർച്ചിന്റെ അടുത്താണ് എൻ്റെ വീട്. എൻ്റെ വീട്ടുപേര് മംഗലശ്ശേരിൽ. കഴിഞ്ഞ 10 വർഷമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. സാമൂഹ്യ പ്രവർത്തനം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അത് പഠിച്ചു ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് തോന്നി. അങ്ങനെ MSW ഞാൻ പൂർത്തിയാക്കി. അതിനുശേഷം MSWന്റെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് ഫാമിലി കോർട്ട്, ഡി അഡിക്ഷൻ സെന്റർ, റീഹാബിലിറ്റേഷൻ സെന്റർ, അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയപ്പോൾ പല തരത്തിലുള്ള ആളുകളുമായിട്ടും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരുമായിട്ടും ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഒരു സാമൂഹ്യ പ്രവർത്തക കുറച്ച് കൗൺസിലിംഗും കൂടെ അറിഞ്ഞിരുന്നാൽ അത് അവർക്ക് കൂടുതൽ ഉപകാരമാവും, ആളുകളിലേക്ക് എത്തിപ്പെടാനും ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ. അങ്ങനെ ഞാൻ ഒരു PG കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പിയിൽ ഒരു PGയും കൂടെ എടുത്തു. ഇതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. എന്നെ നിങ്ങൾക്ക് വിശ്വാസമാകുന്നുണ്ടെങ്കിൽ, ഒരു നല്ല പ്രവർത്തനം ഈ വാർഡിന് വേണ്ടി കാഴ്ചവെക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഞാൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുക. എൻ്റെ പേര് ജൂബി M സണ്ണി, എൻ്റെ ചിഹ്നം മെഴുകുതിരികൾ. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, എല്ലാവരെയും ഒരുപോലെ മാത്രമേ ഞാൻ ട്രീറ്റ് ചെയ്യുള്ളൂ. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇന്ന ജാതിയിലുള്ള ആളെന്നോ അല്ലെങ്കിൽ എനിക്ക് വോട്ട് ചെയ്തവനെന്നോ എനിക്ക് വോട്ട് ചെയ്യാത്തവനെന്നോ ഇങ്ങനെയുള്ള ഒരു രീതിയിലും ഒരു വേർതിരിവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു. നന്ദി.